ഹായ് എവരി വൺ, ശിവദൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായും സേഫായും ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. നെഗറ്റീവ് തോട്ട്സൊക്കെ ഒഴിവാക്കി പോസിറ്റീവ് മൈൻഡിലിരിക്കാൻ ശ്രമിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ റെസനേറ്റ് ആവുന്നതായിരിക്കും. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ഒരു ഗൈഡൻസ് മാത്രമാണ്. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ആ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത് എന്താണ്? ആ പേഴ്സണ് നിങ്ങളെ ആവശ്യമുണ്ടോ? ആ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത് എന്താണ്? ആ പേഴ്സണ് നിങ്ങളെ ആവശ്യമുണ്ടോ? ആ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത് എന്താണ്? ആ പേഴ്സണ് നിങ്ങളെ ആവശ്യമുണ്ടോ? ഇപ്പോൾ ഓവറോൾ എനർജി വന്നത് ഒരു ഫോർ ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഫോർ ഓഫ് സോഡിൻ്റെ എനർജിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് ഒന്നുകൂടെ നന്നായിട്ട് ആലോചിച്ച് ചെയ്താൽ മതി. അപ്പോൾ ടെമ്പററി വിഡ്രോവൽ, നോട്ട് ടു ടൈം ടു ആക്ട്, അതാണ് ഇവിടെ പറയുന്നത്, ഈ കാർഡിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ വന്നിട്ടുള്ളത് ഒരു സിക്സ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു സിക്സ് ഓഫ് സോഡ് വന്നിട്ടുള്ളത് നോക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു സിക്സ് ഓഫ് സോഡ് വന്നത്? നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. സിക്സ് ഓഫ് സോഡിന് നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നത്. അപ്പോൾ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു സിക്സ് ഓഫ് വാണ്ടിൻ്റെ എനർജിയും ക്ലാരിഫൈ ചെയ്ത് കിട്ടിയത് ഒരു നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയുമാണ്. അപ്പോൾ സിക്സ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയിൽ പറയുന്നത്, ഈ പേഴ്സൺ എല്ലാ പ്രതിസന്ധികളെയും വിഷമഘട്ടങ്ങളെയും തരണം ചെയ്യാനുള്ള കഴിവ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവരുടെ ഉയർച്ചയും തളർച്ചയും ഒന്നും ഇപ്പോൾ ആർക്കും തടയാൻ കഴിയില്ല എന്ന് ഉള്ളതാണ്. അപ്പോൾ അത്രയും ഒരു പവർ ഇയാൾക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇയാളിപ്പോൾ ചിന്തിക്കുന്നത് പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണമെന്നാണ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണമെങ്കിൽ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർക്ക് പൂർണ്ണമായും സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് വരണമെന്നാണ് അവർ ആഗ്രഹിക്കുക. അവർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ. അപ്പോൾ അവർക്ക് ഇപ്പോൾ മനസ്സിൽ നല്ല സന്തോഷമാണുള്ളത്. അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് പകരം വെക്കാൻ മറ്റൊന്നിനും ആവില്ലെന്നൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മുന്നോട്ട് പോകാൻ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ അവിടെ നിൽക്കാൻ അവർക്ക് താല്പര്യമില്ലെന്നാണ് കാണുന്നത്. അപ്പോൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരിക്കുന്നതായിട്ട്, ആരെയോ കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ പാസ്റ്റിൽ ചെയ്ത തെറ്റിനുള്ള പശ്ചാത്താപം ഉണ്ടാവും അവർക്ക്. അപ്പോൾ അതുകൊണ്ട് കാത്തിരിക്കുന്നതാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് കുറേ അധികം ആളുകൾക്ക് അവരുടെ ഫാമിലി തന്നെ ആകാനാണ് സാധ്യത. മറ്റു ചില ആളുകൾക്ക് അവർ സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വളരെ പ്രണയത്തോടെ വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു പ്രണയമാണ് നിങ്ങളോട് തോന്നുന്നത്. അടുത്ത് വന്നിട്ടുള്ളത് ഒരു ടെൻ ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ടെൻ ഓഫ് വാണ്ട്സ് വന്നിട്ട്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ ടെൻ ഓഫ് വാണ്ട്സ് വന്നിട്ടുള്ളത്? ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. താങ്ക് യു യൂണിവേഴ്സ്. ഒരു ടെൻ ഓഫ് വാണ്ട്സും ടു ഓഫ് കപ്സും. അപ്പോൾ ഈ പേഴ്സണിൻ്റെ തലയിൽ ഒരുപാട് ബർഡൻ ഉണ്ട്. അപ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ജോലി സ്ഥലത്തായാലും അവരുടെ വീട്ടിലായാലും എവിടെയായാലും ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ഏറ്റെടുത്ത് ചെയ്യാനുണ്ട്. അപ്പോൾ അവർ ശരിക്കും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ള കാരണം ഇവർക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ അത് കാരണം അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നിങ്ങളുടെ പ്രശ്നം കൂടിയത്. അപ്പോൾ അതുകൊണ്ട് അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാരണം നിങ്ങൾക്ക് അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാനും പറ്റുന്നില്ലെന്ന് കാണുന്നുണ്ട്. ഇവരിങ്ങനെ കളിക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അവരിൽ നിന്ന് നിങ്ങൾക്ക് അകന്ന് മാറാൻ കഴിയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അവരൊരു സപ്പോർട്ടും തരാതെ അവരുടെ കാര്യം നോക്കി നടക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു വിഷമവും കൂടെ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇതിൽ ടു ഓഫ് കപ്സിൻ്റെ എനർജിയിൽ പറയുന്നത്, നിങ്ങൾക്ക് അവരോട് ഒരു അൺകണ്ടീഷണൽ ലവ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾ അവരെ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അവരുമായിട്ട് നിങ്ങളുടെ മനസ്സ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അവരില്ല നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലൊക്കെ ഉള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഒരുപാട് പെയിൻ അനുഭവിക്കുന്ന ആളുകളും ഉണ്ട് ഇക്കൂട്ടത്തിൽ.
മറ്റു ചിലർക്കൊരു സോൾ കണക്ഷനുള്ള ഒരു റിലേഷൻഷിപ്പ് അവരിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ പ്രണയം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇമോഷണലായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചില സോൾ കണക്ഷനുള്ള റിലേഷൻഷിപ്പ് വന്ന് സെപ്പറേറ്റഡ് ആയിപ്പോയ ആളുകൾ വീണ്ടും ഒന്നിക്കുന്നതായിട്ടും ബ്രേക്കപ്പിലിരുന്ന ആളുകൾ ഒക്കെ വീണ്ടും ഒന്നിച്ച് ചേരുന്നതായും ഒരു അല്ലെങ്കിൽ കോളോ മെസ്സേജൊക്കെ വരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അടുത്ത് വന്നിട്ടുള്ളത് ഒരു 6 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 6 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുള്ളത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 6 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുള്ളത്? 2 ഓഫ് വാൻഡ്സ് ആണ്. ഒരു 6 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയിൽ പറയുന്നത് നിങ്ങൾ ഇത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഈക്വൽ നമ്മൾ എന്താ കൊടുത്തത് അത് തിരിച്ച് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്ത അവർക്ക് മാത്രം സ്നേഹം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ സ്നേഹം അവർക്ക് മാത്രം കൊടുത്തുകൊണ്ടേയിരുന്നു. പക്ഷേ നിങ്ങളെ അവർ മനസ്സിലാക്കില്ല. നിങ്ങളുടെ സ്നേഹം കൊടുത്ത സ്നേഹം നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ ആ സ്നേഹം അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് സന്തോഷം കണ്ടിരുന്നു അവർക്ക് അവരെ സ്നേഹിക്കുന്നതിൽ നിങ്ങൾ അത്രയും ഇഷ്ടമായിരുന്നു നിങ്ങൾക്ക് അവരെ. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർക്ക് മാത്രം ഇങ്ങനെ സ്നേഹം കിട്ടിയതുകൊണ്ട് അവരത് മനസ്സിലാക്കിയില്ല. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ വില എന്താണെന്ന് അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പ്രതീക്ഷിച്ച സ്നേഹം കിട്ടാതെ ആയത്. അപ്പോൾ മതിമറന്ന ഒരാളെ ഇങ്ങനെ സ്നേഹിക്കാൻ നടക്കരുത്. നിങ്ങളുടെ പേഴ്സൻ്റെ മുന്നിൽ ഇപ്പോൾ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് തേർഡ് പാർട്ടി സിറ്റുവേഷനും ഒന്ന് നിങ്ങളുമാണ്. അപ്പോൾ അതിലേതാണ് വേണ്ടതെന്ന് തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. കുറച്ചധികം കൺഫ്യൂഷൻ ഉള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് അപ്പോൾ ഏതാ വേണ്ടതെന്ന് സ്വയം ചിന്തിച്ച് വിശകലനം ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അവർ കൺഫ്യൂഷനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു പ്ലാൻ ചെയ്താണ്. അപ്പോൾ ഏതാ തീരുമാനിക്കുമ്പോൾ ഇവിടുന്ന് ഈ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് അവർക്ക് എങ്ങനെയെങ്കിലും പോരണം. അപ്പോൾ അതിനുള്ള ഏത് രീതിയിൽ നിന്നാലാണ് അവിടെ നിന്ന് പോരാൻ പറ്റുക എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ അവരുള്ളത്. അടുത്തത് ഒരു 7 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 7 ഓഫ് പെൻറ്റിക്കിൾ വന്നിട്ടുള്ളത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 7 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുള്ളത്? 8 ഓഫ് സോഡിൻ്റെ എനർജിയാണ് 7 ഓഫ് പെൻറ്റിക്കിളിൽ വന്നത്. 8 ഓഫ് സോഡിൻ്റെ എനർജി 7 ഓഫ് പെൻറ്റിക്കിളിൽ വന്നിട്ടുള്ളത്. അപ്പം 7 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയിൽ 8 ഓഫ് സോഡിൻ്റെ എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ ഒന്നും ചെയ്യാൻ പറ്റാതെ ഏതൊരു ട്രാപ്പിൽ പെട്ടിരിക്കുന്നതായിട്ട് ആ ഒരു അവസ്ഥയിലായിരുന്നു ഇത്ര നാളും. അപ്പോൾ കണ്ണും കയ്യും ഒക്കെ കെട്ടിവെച്ച ഒരു അവസ്ഥയിലായിരുന്നു ഇരുന്നത്. ഒന്നും കാണാൻ പറ്റാതെയും ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാതെയും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു നെഗറ്റീവ് എനർജിയിൽ കുടുങ്ങി കിടക്കുന്നതായിട്ടാണ് ഇത്രയും നാളുണ്ടായിരുന്നത്. അപ്പോൾ മറ്റു ചില ആളുകൾ കുറച്ച് ഈഗോ ഉള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ അപ്പോൾ അവർക്ക് അവരുടെ ഈഗോ ഒക്കെ മാറ്റി വെച്ച് നിങ്ങളിലേക്ക് വരാൻ ഒരു മടിയുള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയും ഒരു ബന്ധിക്കപ്പെട്ട ഒരവസ്ഥയിൽ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ എല്ലാം തുറന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കൂ എന്നറിയാത്തത് കൊണ്ട് ചില ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നതും ആയിരിക്കും. എന്തു തന്നെയായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രവർത്തിക്കാൻ വേണ്ടി അവർ തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇപ്പം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. കുറേ ആളുകൾക്ക് ബിസിനസ്സോ ജോലിയോ ഒക്കെ പുതിയതായിട്ട് തുടങ്ങുന്നതോ കിട്ടുന്നതോ ഒക്കെയാകും. പുതിയ ജോലി കിട്ടുന്നുണ്ടാവും. കുറേ ആളുകൾ പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ആളുകൾ അത് കിട്ടുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ഒരുപാട് സാഹചര്യങ്ങൾ മുന്നിൽ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ കുറേ ആളുകളൊക്കെ ഉള്ള ഒരു അവസ്ഥയിലൊക്കെ എത്തുന്നതായിട്ടും കാണുന്നുണ്ട്. അടുത്തത് ഒരു നൈറ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾ വന്നിട്ടുള്ളത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു നൈറ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുള്ളത്? കിങ് ഓഫ് സോഡ് എനർജിയാണ്. താങ്ക് യു യൂണിവേഴ്സ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ചില കാര്യങ്ങൾ സ്റ്റക്കാണെന്നാണ് കാണുന്നത്. പല കാര്യങ്ങളിലും സ്റ്റക്കായി കുടുങ്ങി നിൽക്കുകയാണ് എന്നാണ് കാണുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിപ്പോൾ സ്റ്റക്ക് സിറ്റുവേഷനിൽ നിൽക്കുന്നതുണ്ടാവും.
അവർക്ക് ചുറ്റിലും ശക്തമായ എതിർപ്പുകളാണ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെയിൻ കൊടുക്കുന്നതായ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഇടയിൽ പെയിൻ കൊടുക്കുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് അവർക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സെന്താണെന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ അവർക്ക് ഇപ്പോഴാണ് ഒരു തിരിച്ചറിവ് വന്നത് ഇപ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് നീതി തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ പാസ്റ്റ് ചിലപ്പോൾ എന്തെങ്കിലും വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ അതുകൊണ്ടായിരിക്കും അവർ നിങ്ങൾക്ക് നീതി തരണമെന്ന് തോന്നലുണ്ടായത്. അപ്പോൾ അവർക്ക് ഒരുപാട് ഈഗോ ഉള്ള വ്യക്തികളാണ്. പക്ഷെ അവർ ആ ഈഗോയൊക്കെ മാറ്റി വെക്കുന്നതായും അപ്പോൾ നിങ്ങളിലേക്ക് വരണമെന്നുള്ള ചിന്ത ഉള്ളതായും അപ്പോൾ നിങ്ങൾ എന്താണെന്നുള്ള ബോധം വരുന്നതായിട്ടും അവർക്ക് തോന്നുന്നുണ്ട്. ലാസ്റ്റിൽ വന്നിട്ടുള്ളത് ഒരു ടവറിൻ്റെ എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ടവർ കാർഡ് വന്നത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ടവർ കാർഡ് വന്നിട്ടുള്ളത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ടവർ വന്നത്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഒരു ഏസ് ഫോർ കപ്സും ടവറുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏസ് ഫോർ കപ്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഇപ്പോൾ ഒരുപാട് ഇമോഷൻ സങ്കടവും സഹതാപവും ഒക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവർ. അപ്പോൾ അവർ പാസ്റ്റിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ടില്ലായിരുന്നു, ഞാൻ അവരെ ഒറ്റപ്പെടുത്തുകയായിരുന്നു, ഇപ്പം എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും നിന്നൊരു വ്യക്തിയായിരുന്നു, അപ്പോൾ ഞാൻ ചെയ്തത് ശരിയായില്ല, തെറ്റാണെന്നൊക്കെ ഓർത്തിട്ടുള്ള ഒരു സഹതാപമാണ് ഇപ്പോൾ അവർക്കുള്ളത്. അപ്പോൾ നിങ്ങൾ അവർക്ക് കൊടുത്ത കാര്യങ്ങളൊന്നും തിരിച്ചു തരാൻ പറ്റാത്ത ഒരു വിഷമം അവർക്കുണ്ട്. ആ സ്നേഹമാണ് ഇപ്പോൾ ഇവിടെ കപ്പ് നിറച്ച് ഒഴുകുന്നത്. അത്രയും ഒരു വിഷമ അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലേക്ക് ഒരു സഡൻലി ചേഞ്ചാണ് വരാൻ പോകുന്നത്. ടവറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷൻ ചിലപ്പോൾ വളരെ ചേഞ്ച് ആകാൻ പോകുന്നുണ്ടാവും. അപ്പം അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായ ആറ്റിറ്റ്യൂഡിൽ നിന്നും വളരെ ചേഞ്ചായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും നാൾ മാസ്ക് പോലെ ധരിച്ചതായിരുന്നെങ്കിൽ അതെല്ലാം മാറി ഒരു ചേഞ്ച് വരുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ എല്ലാ കാര്യത്തിൽ നിന്നും പെട്ടെന്ന് മാറണമെന്ന് അവർ തീരുമാനിക്കുന്നുണ്ടാവും. മറ്റു ചിലർക്കാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അസുഖം വന്ന ആളുകളാണെങ്കിൽ അവർക്ക് സഡൻലി ചേഞ്ച്, ആ അസുഖം പെട്ടെന്ന് മാറി വരുന്നതായും പിന്നെ വേറെ പല കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിലെ പല കാര്യങ്ങളും സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ പേഴ്സണ് നിങ്ങളെ ആവശ്യമുണ്ടോ? നിങ്ങളെ അവർക്ക് ആവശ്യമുണ്ടോ? നിങ്ങളെ അവർക്ക് വേണമോ? ശരിക്കും അവർക്ക് നിങ്ങളെ ആവശ്യമുണ്ടോ? നിങ്ങളെ സ്നേഹമുണ്ടോ? നിങ്ങളെ വേണമോ അവർക്ക്? ദി എംപററും ദി ഫൂൾ കാർഡും. അപ്പോൾ അതിൽ ഒരു എംബ്രർ ഒരു ഫുൾ കാർഡ് വന്നപ്പോൾ ഇതിൽ എംബ്രർ കാർഡ് പറയുന്നത് നിങ്ങൾ ഇത്രയും നാൾ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന എന്ത് കാര്യമാണോ ആഗ്രഹിച്ചത് അതിനൊരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. നിങ്ങൾ ഏത് കാര്യത്തിനാണോ നിങ്ങൾ ആഗ്രഹിച്ചത്, റിലേഷൻഷിപ്പ് ആകാം, ജോലിക്കാകാം, എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ടാണ്. ഒരു പുതിയ തുടക്കം, എന്തെങ്കിലും പുതിയ ഇതായിട്ട് കാര്യങ്ങൾ തുടങ്ങുന്നതായിട്ട് കാണുന്നത്. മറ്റാർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഫുൾ കാർഡിലും അത് തന്നെയാണ് പറയുന്നത്. ഒരു പുതിയ തുടക്കമാണ്. പുതിയ തുടക്കം, നിങ്ങളൊരു കോൺഫിഡൻസോട് കൂടി ജീവിക്കുന്നതാണ്. അപ്പോൾ ആ പുതിയൊരു തുടക്കം നിങ്ങളിൽ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുന്നതായിട്ടാണ്. അപ്പോൾ ആദ്യം ഒക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എല്ലാവരും അഭിപ്രായം ചോദിച്ച് ഒക്കെ തീരുമാനം എടുക്കുന്ന ആളായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ സ്വയം തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതുവരെ ഉണ്ടായ കാര്യങ്ങളൊക്കെ എൻഡ് ആക്കിയിട്ട് ഒരു പുതിയ ജീവിതം തുടങ്ങുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു ജോലി, ബിസിനസ്, പഠിപ്പ് അങ്ങനെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം അത് പുതിയതായിട്ട് തുടങ്ങുന്നതായിട്ട് കുറേ കാലമായി കാത്തിരിക്കുന്ന ഒരു കാര്യം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എൻഗേജ്മെൻറ്റ്, ഹൗസ് വാമിങ്, വിവാഹം, ഒരുപാട് നാളായി കാത്തിരുന്ന ഏതെങ്കിലും ഒരു വ്യക്തികളെ കാണുക, അങ്ങനെ പുതിയ പ്രതീക്ഷകളുമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. ബൈ.